സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടിയാ അവിടേക്ക് ഞാൻ ഹരിയേട്ടനെ നിർബന്ധിച്ചു കൊണ്ടുപോയത്. ബീനെ, ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് വിഷമമൊന്നുമില്ല. മോളെക്കുറിച്ച് മാത്രമാ എന്റെ ടെൻഷൻ. അവൾക്ക് നല്ലൊരു ജീവിതം വേണം. ആവശ്യത്തിൽ കൂടുതൽ വിഷമങ്ങൾ എന്റെ മോൾ അനുഭവിച്ചതാ. ഇനി അവൾക്ക് സന്തോഷം മാത്രമേ ഉണ്ടാകാവൂ. ആ ഒരു പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ. നമ്മൾ കാരണം മോളുടെ ജീവിതത്തിൽ ഒരിക്കലും ഒരു പ്രശ്നവും ഉണ്ടാകരുത്. ഉണ്ടാവില്ല ഹരിയേട്ടാ. ഹരിയേട്ട സമാധാനായിട്ടിരിക്കെ. ഇനി അങ്ങനൊന്നും എന്റെ ഭാഗത്തൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഒന്ന് നിന്നേ. തമ്പുരാട്ടി എങ്ങോട്ടാ? അമ്പലത്തിലേക്കായിരിക്കും അല്ലേ? അതെ ചേച്ചി. നിനക്ക് സത്യത്തിൽ തലയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ചേച്ചി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? അല്ല, നിന്റെ അമ്പലത്തിൽ പോക്ക് കണ്ടതുകൊണ്ട് ചോദിച്ചതാ. ഇങ്ങനൊരു ഭക്തിയെ ഞാൻ കണ്ടിട്ടേയില്ല. ഭഗവാന്റെ അടുത്ത് ആർക്കും എപ്പോ വേണേലും പോവാലോ ചേച്ചി. പോകാം, പക്ഷെ ആദർശിനെ പോലൊരു പാവം ഭർത്താവിനെ കൂടെ കൂട്ടിയ എന്താ കുഴപ്പം? ഇങ്ങനൊരു ഭർത്താവിനെ കിട്ടിയ നീ ഭാഗ്യവതിയല്ലേ? ഞാൻ ക്ഷേത്രത്തിൽ പോയിട്ട് വരാം. അയ്യോ, അങ്ങനെ അങ്ങ് പോവാതെ. എനിക്കേ നിന്നോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. അതോ ഇനി നിന്നോട് സംസാരിക്കാൻ വേണ്ടി ക്ഷേത്രത്തിലേക്ക് വരേണ്ടി വരുമോ? ചേച്ചി പറഞ്ഞു. ഇന്നലെ നിന്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്നിരുന്നോ? ആ, വന്നിരുന്നു. അച്ഛനും ബീനാമയും പിന്നെ അമ്മാവനും ആന്റിയും വന്നിരുന്നു. എന്നിട്ട് ആ കാര്യം ഇതുവരെ നീ എന്നോട് അമ്മയോട് പറഞ്ഞോ? ഇല്ല. അതെന്താ? ഞങ്ങൾ ആരും ഒന്നും അറിയണ്ടേ? വിവാഹത്തിന് ശേഷം ആദ്യമായി നിന്റെ ബന്ധുക്കളെ വിളിച്ചു വരുത്തേണ്ടത് വീട്ടിൽ ആരുമില്ലാത്ത സമയം നോക്കി രഹസ്യമായിട്ടാണോ? അങ്ങനെയൊന്നും അല്ല ചേച്ചി. അവര് വരുന്ന കാര്യം എനിക്ക് തന്നെ അറിയില്ലായിരുന്നു. മതി നിന്റെ നാടകം. ആരെ കാണിക്കാനാ നീ പാവം കളിക്കുന്നത്? നിന്റെ അഭിനയൊന്നും ഞാൻ വിശ്വസിക്കില്ല. ഇത് നീ മനഃപൂർവ്വം ഞങ്ങൾ ആരും ഇല്ലാത്ത നേരം നോക്കി വീട്ടുകാരെ വിളിച്ചു വരുത്തിയതാ. അല്ല ചേച്ചി, ഞാൻ എന്തിനാ അങ്ങനെ ചെയ്യുന്നേ? അത് ഞാൻ നിന്നോടല്ലേ ചോദിക്കേണ്ടേ? ഒരു പക്ഷെ ഞങ്ങളുടെ കുറ്റം വീട്ടുകാരെ അറിയിക്കാനായിരിക്കും നീ അങ്ങനെ ചെയ്തത്, അല്ലേ? ചേച്ചി എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാൻ എന്ത് കുറ്റം പറയാനാ? സത്യമായിട്ടും അവര് വരുന്ന കാര്യം എനിക്കറിയില്ലായിരുന്നു. അത് മാത്രമല്ല, നിങ്ങൾ ആരും ഇല്ലാത്ത കാര്യം അവർക്കും അറിയില്ലായിരുന്നു. ഞാനിത് വിശ്വസിക്കുന്നു നീ കരുതണ്ട. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ നിനക്ക് പാവ ആദർശിനെ അമ്മയും പറ്റിക്കാം. പക്ഷേ എന്നെ പറ്റിക്കാൻ പറ്റില്ല. നിന്റെ ഈ നിഷ്കളങ്കത നടിച്ചുള്ള വർത്തമാനവും അമ്പലത്തിൽ പോക്കുമെല്ലാം നല്ല ഒന്നാം തരം കള്ളത്തരവാ. ചേച്ചിക്ക് എന്തിനാ എന്നോട് ഇങ്ങനെ ദേഷ്യം? ഞാൻ ചേച്ചിയോട് എന്ത് തെറ്റാ ചെയ്ത്? നിന്നോടുള്ള ദേഷ്യത്തിന്റെ കാരണമോ? അത് ഞാൻ പറയാം. നീ ഒരു കള്ളി ആയതുകൊണ്ടാണ് എനിക്ക് നിന്നോട് ഇത്രയും ദേഷ്യം. നീ എന്തൊക്കെയോ കണക്കൂട്ടലോടെയാ ഈ വീടിന്റെ പടി കടന്നു വന്നിരിക്കുന്നത്. അതിന്റെ പ്ലാനിങ്ങുകൾക്ക് വേണ്ടിയാ ഞങ്ങൾ ആരും ഇല്ലാത്തപ്പോ വീട്ടുകാരെയെല്ലാം വിളിച്ചു വരുത്തിയത്. അതെനിക്ക് ഉറപ്പാ. എന്താ ഇവിടെ? എന്താ മോളെ നിന്റെ മുഖം വല്ലാതിരിക്കുന്നത്? ഒന്നുമില്ലമ്മ. വെറുതെ അമ്മേ, കാര്യം ഞാൻ പറയാം. ഞാൻ ഇവളുടെ വീട്ടുകാർ വന്നതിനെ കുറിച്ച് ചോദിച്ചു. അത് ശരിയാണല്ലോ. മോളെന്താ അവര് വരുന്ന കാര്യം പറയാതിരുന്നത്? അവര് വരുന്ന കാര്യം അറിഞ്ഞിരുന്നെങ്കിൽ ഞാനും ആദർശം ഒരിടത്തും പോകില്ലായിരുന്നു. ഇതിപ്പോ അവരൊക്കെ എന്ത് വിചാരിച്ചു കാണും? അമ്മേ, അവര് വരുന്ന കാര്യം എനിക്കും അറിയില്ലായിരുന്നു. അത് മാത്രമല്ല, അമ്മാവനും അച്ഛനും പോലും പരസ്പരം അറിയാതെയാ വന്നത്. ശുദ്ധ നുണയാ അമ്മ ഇത്. അല്ല, ഭഗവാനാണ് സത്യം. ഞാൻ പറയുന്ന സത്യ. ഇക്കാര്യത്തിൽ ഞാൻ എന്തിനാ നുണ പറയുന്നേ? അമ്മായി അമ്മാവനും എന്നെ ആദർശനെ വിരുന്നിന് ക്ഷണിക്കാനായിട്ട് വന്നതാ. അത് ഞാൻ ആദർശനോട് പറയുകയും ചെയ്തു. അമ്മ കേട്ടോ ഇവള് പറഞ്ഞത്? വിരുന്ന് ക്ഷണിച്ച കാര്യം ആദർശനോട് പറഞ്ഞെന്ന്. ഇത്രയും നേരമായിട്ടും ഒരു വാക്ക് ഇവൾ അമ്മയോട് പറഞ്ഞോ? ഇല്ലല്ലോ. ഇപ്പൊ ഈ കാര്യം പറഞ്ഞതുപോലും ഞാൻ ചോദ്യം ചെയ്തതുകൊണ്ടാ. അങ്ങനെയൊന്നും അല്ല. ക്ഷേത്രത്തിൽ പോയിട്ട് വന്നിട്ട് സാവകാശം പറയാലോ എന്ന് കരുതി. അമ്മയും ആദർശനും ഓഫീസിലെ കാര്യങ്ങൾ ഓർത്ത് ടെൻഷനിലായിരിക്കില്ലേ? അതാ ഈ കാര്യങ്ങൾ പറഞ്ഞ് ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചത്. ഓ പിന്നെ ഈ ഒരു കാര്യം കേൾക്കുന്നതിൽ എന്ത് ബുദ്ധിമുട്ടാ? ഒന്ന് പോയ മീര നുണ പറയാതെ. അബി നിർത്ത്. മീര കാര്യം പറഞ്ഞില്ലേ? ഇനി വിസ്താരമൊന്നും വേണ്ട. ഇത് മീരയുടെയും കൂടെ വീടാ. അവളെ കാണാൻ ആർക്കും ഇവിടെ വരാം. അതിന് മുൻകൂർ അനുവാദമൊന്നും വാങ്ങേണ്ട കാര്യമില്ല.
അവര് വന്നപ്പോ സ്വീകരിക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ള വിഷമം കൊണ്ട് ചോദിച്ചതാ, അല്ലാതെ നീ പറയുന്ന അർത്ഥത്തിലല്ല. അമ്മ ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. നീ പറയുന്നത് ആവശ്യത്തിൽ കൂടുതൽ ഞാൻ കേൾക്കുന്നുണ്ട്, അത് മാത്രം മതി. മോള് ചെന്ന് പ്രാർത്ഥിക്ക്. ശരി അമ്മ. അബി, നീ അവളെ ഒരുപാട് ഹരാസ് ചെയ്യുന്നുണ്ട്. അത് നിയന്ത്രിച്ച നിനക്ക് കൊള്ളാം, കേട്ടല്ലോ? മീര, ഞാൻ പറഞ്ഞതൊന്നും നീ വീട്ടിലാരോടും പറഞ്ഞില്ല അല്ലേ? ഇല്ല. അതെന്താ പറയാതിരുന്നത്? നീ പറയണമായിരുന്നു. അതല്ലേ ഞാൻ ആഗ്രഹിച്ചത്. നീ പറഞ്ഞത് കേട്ടിട്ട് നിന്റെ ഭർത്താവ് എന്നെ കാണാൻ വരണമായിരുന്നു, എന്നെ ചോദ്യം ചെയ്യണമായിരുന്നു. അതിനുവേണ്ടിയാ നിന്നോട് ഞാൻ എല്ലാ സത്യവും പറഞ്ഞത്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് വഴക്കുണ്ടാക്കിക്കാൻ എനിക്ക് താല്പര്യമില്ല. നിനക്ക് താല്പര്യമില്ലാത്ത ഓരോരോ കാര്യങ്ങൾ നീ ഇനി ചെയ്യിക്കും ഞാൻ. എന്തിനെങ്ങനെ മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നോക്കുന്നേ? പ്രശ്നങ്ങൾ ഇനി ഉണ്ടാകാൻ പോകുന്നതല്ലേ ഉള്ളൂ. നീയാണ് ആ വീടിന്റെ ശാപം. ഞാൻ അങ്കിളിനെ ഒരു രീതിയിലും ഉപദ്രവിച്ചിട്ടില്ല. പിന്നെ എന്തിനാ എന്നോട് ഇത്ര ദേഷ്യം? ആരാ പറഞ്ഞ നീ എന്നെ ഉപദ്രവിച്ചിട്ടില്ലെന്ന്? നീ കാരണമാണ് എന്റെ സ്വപ്നങ്ങളെല്ലാം നടക്കാതെ പോയത്. ഇപ്പൊ ആദർശിന്റെ ഭാര്യയുടെ സ്ഥാനത്ത് നീ ഇരിക്കുന്നില്ലേ? എന്റെ മകൾക്ക് വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിച്ചിരുന്ന സ്ഥാനമാത്. ഇതൊന്നും ഞാൻ അറിഞ്ഞ കാര്യങ്ങളല്ല. അങ്കിള് ദൈവത്തെ ഓർത്ത് ഈ ദേഷ്യവും വൈരാഗ്യവും എല്ലാം മനസ്സിൽ നിന്ന് കളയണം. നമുക്കൊരു കുടുംബമായിട്ട് സന്തോഷത്തോടെ മുന്നോട്ട് പോവാം. നീ ബുദ്ധിമതിയാ. ശത്രുവിനെ തോൽപ്പിക്കാൻ സാധിക്കില്ല എന്നായപ്പം സന്ധി സംഭാഷണം. കൊള്ളാവല്ലോ. എങ്കിലൊന്നും ഓർത്തോ, ആ കുടുംബത്തിലെ ഓരോന്നായി ഞാൻ നശിപ്പിക്കും. ഇപ്പൊ മന്ത്രിയെ കാണാൻ ശ്രമിക്കുന്നില്ലേ? അത് നടക്കില്ല. മന്ത്രിയെ കാണാനോ ആ പ്രോജക്റ്റ് വീണ്ടും തുടങ്ങാനോ ഈ മഹാദേവൻ നിന്നെ ഒന്നും അനുവദിക്കത്തില്ല. അതെ, നീ ഇതൊന്നും മറച്ചു വെക്കാതെ ആദർശിനോട് പറയണം. അതാ എനിക്ക് വേണ്ടത്. അവൻ എന്നോട് ചോദിക്കാൻ വരട്ടെ. പിന്നെന്താ വേണ്ടതെന്ന് എനിക്കറിയാം. എന്റെ ചേച്ചിക്ക് മകൻ ജീവനാ. എന്നാലും ചേച്ചി എന്നെ തള്ളി പറയില്ല. എന്റെ പേരിൽ അമ്മയും മകനും തമ്മിൽ അടിക്കണം. അതെനിക്ക് കണ്ട് ചിരിക്കണം. അങ്കിൾ പ്ലീസ്, എന്തിനെങ്ങനെ ഒരു പക? എന്റെ പകയുടെ കാര്യവും കാരണമൊക്കെ ഞാൻ എന്തിനാ നിന്നെ അറിയിക്കുന്നത്? നീ ചോദിക്കുന്നതിന് മറുപടി പറയേണ്ട കാര്യം എനിക്കില്ല. നീ കരയും മീരേ, നിന്നെ ഞാൻ കരയിപ്പിക്കും. ഇപ്പൊ നിന്റെ മുഖത്തും മനസ്സിനും തോന്നിയ ഭയമില്ലേ? അതിനി ജീവിതകാലം മുഴുവൻ നിനക്കൊപ്പം ഉണ്ടാവും. അതാ ഞാൻ നിനക്ക് വിധിക്കുന്ന ശിക്ഷ. നീ ക്ഷേത്രത്തിലേക്കല്ലേ? പോയി ഭഗവാന്റെ മുന്നിൽ നിന്ന് മനസ്സുരുകി പ്രാർത്ഥിച്ചു നിനക്കൊരു ജീവിതം ഉണ്ടാകാൻ. അല്ലെങ്കിലേ പലതും സംഭവിക്കും. അന്ന് നീ ഞാൻ ആരാണെന്നറിയും. എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നേ? ഇത്രയും ദേഷ്യം തോന്നാൻ ഞാൻ അങ്കിളിനോട് എന്ത് തെറ്റാ ചെയ്തേ? നീ ചെയ്ത തെറ്റെന്താണെന്ന് നിനക്കിപ്പോഴും അറിയില്ലല്ലേ? നീ കാരണമാണ് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ഞാൻ ഈ പെരുവഴിയിൽ നിൽക്കുന്നത്. കണക്കിലെ തെറ്റുകൾ കണ്ടുപിടിക്കേണ്ടതും അത് വേണ്ടപ്പെട്ടവരെ അറിയിക്കേണ്ടതും അക്കൗണ്ടന്റ് ആണ്, അല്ലാതെ HR എക്സിക്യൂട്ടീവ് അല്ല. അന്ന് നീ കണക്ക് ചെക്ക് ചെയ്ത് പറഞ്ഞുകൊടുത്ത് ഒരു ഹീറോയിൻ കളിച്ചില്ലേ? അതിൽ പിടിച്ച് ആദർശ് നടത്തിയ അന്വേഷണമാണ് എന്നെ ഈ നിലയിൽ എത്തിച്ചത്. ഞാൻ ആരെയും കൊടുക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്തതല്ല. അന്ന് അക്കൗണ്ടന്റിനെ സഹായിക്കാൻ വേണ്ടി ചെയ്തപ്പോ അബദ്ധത്തിൽ സംഭവിച്ചു പോയതാ. അതിനിങ്ങനൊരു വ്യാഖ്യാനം ഒന്നും നൽകരുത്. നീ ചെയ്തതിന്റെ തെറ്റും ശരിയും പറഞ്ഞു തരാനല്ല, എനിക്കതൊട്ട് കേൾക്കുകയും വേണ്ട. അവനവൻ ചെയ്യേണ്ട ജോലി മാത്രമേ ഓരോരുത്തരും ചെയ്യാവൂ. മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാൻ പോയാലേ പലർക്കും പല പ്രശ്നങ്ങളും ഉണ്ടാവും. നീ അതാദ്യം മനസ്സിലാക്കണം. നിന്റെ വരവോടെ നഷ്ടങ്ങൾ ഉണ്ടായത് എനിക്കാ. നീ ലാഭങ്ങൾ വാരിക്കൂട്ടുക മാത്രം ചെയ്തോളാ. അതെല്ലാം നിന്റെ മിടുക്ക് തന്നെ. പക്ഷേ എല്ലാത്തിനും ഒരു കാലവും സമയവും ഉണ്ട്. നിന്റെ സമയം അവസാനിച്ചു.
അത് ഞാൻ അവസാനിപ്പിച്ചു എന്ന് തന്നെ കൂട്ടിക്കോ. ഇനി നിന്റെ കഷ്ടകാലത്തിന്റെ ആരംഭമാ. കണ്ണീരൊഴിഞ്ഞ ഒരു സമയവും നിനക്കുണ്ടാവില്ല. അതിനുവേണ്ടിയാ ഞാൻ ജീവിക്കുന്നത് തന്നെ. എല്ലാം പറഞ്ഞിട്ട് ചെയ്താലേ ഒരു ത്രില്ലുണ്ടാവും. അല്ലെങ്കിൽ സംഭവിക്കുന്നതെല്ലാം വിധിയാണെന്ന് കരുതി നീ തൊഴുതും പ്രാർത്ഥിച്ചും ആശ്വാസം കണ്ടെത്തും. പക്ഷേ സംഭവിക്കുന്നതെല്ലാം നീ തന്നെ ചെയ്തതിൻ്റെ ഫലമാണെന്ന തിരിച്ചറിവോടിരുന്നാൽ നിന്റെ മനസ്സ് വേദനിക്കും. ചെയ്തതിനെക്കുറിച്ച് ഓർത്ത് പശ്ചാത്തപിക്കും. എനിക്ക് വേണ്ടത് അതാ. എന്നെ ആര് വേദനിപ്പിച്ചാലും ഞാൻ അവരെ വെറുതെ വിടില്ല. അതെന്റെ ഒരു ശീലമായി പോയി. അപ്പൊ നമുക്ക് കാണാം. ഓൾ ദ ബെസ്റ്റ്. ഭഗവാനെ, കൃഷ്ണ, കാത്തുരക്ഷിക്കണേ. ഞാൻ അറിയാതെ ചെയ്തൊരു കാര്യത്തിന്റെ പേരിൽ ആദർശേട്ടന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ പോവാണെന്ന് തോന്നുന്നു. അങ്ങനെ അരുതാത്തൊന്നും സംഭവിക്കല്ലേ ഭഗവാനെ. മഹാദേവൻ അങ്കിളിന്റെ തെറ്റിദ്ധാരണകൾ മാറ്റി അദ്ദേഹത്തിന് ഞങ്ങളോടുള്ള ശത്രുത മാറ്റി തരണേ. ഇന്ന് വരെ ആർക്കും ദോഷം വരണമെന്ന് കരുതി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. എല്ലാവരുടെയും നന്മ മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ. പക്ഷേ ഇതിപ്പോ ഞാനായിട്ട് ഈ വലിയ പ്രശ്നം തുടങ്ങി വെച്ചത് എന്ന പോലെ ആയില്ലേ. എല്ലാം എന്റെ വിധിയാണെന്ന് ഇപ്പൊ തോന്നുന്നു. അല്ലെങ്കിൽ ഒരു കാര്യമില്ലാതെ അഭിചേച്ചിക്ക് എന്നോട് ഇത്രയും ദേഷ്യം തോന്നുന്നു. ചേച്ചി എന്നൊരു ശത്രുവിനെ പോലെ കാണുന്നതും. എന്താ ചേച്ചിക്ക് എന്നോട് ഇത്ര ഇഷ്ടക്കുറവെന്ന് എനിക്കറിയില്ല. എങ്ങനെയും ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് എല്ലാവർക്കും നന്നായിട്ട് ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി തരണേ ഭഗവാനെ. മീരേ, മൂന്നേട്ടാ. എന്താ മീര, ഇന്ന് കാര്യമായിട്ടുള്ള പ്രാർത്ഥനയിലായിരുന്നല്ലോ? അങ്ങനെയൊന്നുമില്ല. ഭഗവാന്റെ മുമ്പില് മനസ്സിലെ വിഷമങ്ങളൊക്കെ ഇറക്കി വെച്ചു. അത് കൊള്ളാലോ. മീരയ്ക്ക് എന്താ ഇത്രയ്ക്ക് വിഷമം? എന്നോട് കൂടി പറ. എനിക്ക് സഹായിക്കാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ സഹായിക്കാം. ഏയ്, അത്ര സീരിയസ് ആയിട്ടൊന്നുമില്ല. അത് ശരിയല്ലല്ലോ. മീര എന്നോട് മറച്ച് സംസാരിക്കുകയാണോ? വിവാഹം കഴിഞ്ഞപ്പോ എന്റെ സൗഹൃദം പോലും വേണ്ടാതായല്ലേ? അയ്യോ, അങ്ങനെയൊന്നുമല്ല. മൂന്നേടിനോട് പറയുന്നതിൽ എനിക്കെന്താ കുഴപ്പം? എങ്കിൽ പറ. തന്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം എന്തോ സങ്കടമുണ്ടെന്ന്. വിഷമങ്ങൾ പങ്കുവച്ചാൽ അതിന്റെ തീവ്രത കുറയുമെന്ന് കേട്ടിട്ടില്ലേ? ആദർശന്റെ ഓഫീസിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അതിനൊക്കെ കാരണം അറിഞ്ഞോ അറിയാതെയോ ഞാനാ. അതെങ്ങനെയാ മീര കാരണം ഓഫീസിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്? ഞാൻ നല്ല രീതിയിൽ നല്ല മനസ്സോടെ കമ്പനിയുടെ വളർച്ചയെ കരുതി കണ്ടെത്തിയ കണക്കിലെ ചില വ്യത്യാസങ്ങളാ എല്ലാത്തിന്റെയും തുടക്കം. ആ കണ്ടെത്തൽ കാരണം ആദർശേട്ടൻ അദ്ദേഹത്തിന്റെ അങ്കിളിനെ കമ്പനിയിൽ നിന്ന് പുറത്താക്കി. ഇപ്പൊ അദ്ദേഹം ആ സ്ഥാപനം തകർക്കുന്ന എന്നോട് ഭീഷണിപ്പെടുത്തിയിരിക്കുക. അതാണോ കാര്യം? അങ്ങനെ ആർക്കും ആരെയും തകർക്കാനോ നശിപ്പിക്കാനോ സാധിക്കില്ല മീരെ. അവനവൻ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം അവനവൻ തന്നെ അനുഭവിക്കണം. അത് ഈശ്വര നിശ്ചയമാണ്. ഞാൻ എന്ത് ശിക്ഷ അനുഭവിക്കാൻ തയ്യാറാ. പക്ഷെ ആദർശേട്ടനോ കുടുംബത്തിനോ ഒരാപത്തും വരരുത്. മനസ്സിലായി. മീര വിഷമിക്കണ്ട, ഒന്നും സംഭവിക്കില്ല. അതിനുവേണ്ടിയാ ഭഗവാനോട് പ്രാർത്ഥിച്ചത്. പിന്നെ അഭിചേച്ചി. ആ കുട്ടിക്ക് എന്താ പ്രശ്നം? സത്യത്തിൽ അഭിചേച്ചിക്ക് എന്നോടുള്ള ദേഷ്യത്തിന്റെ കാരണം പോലും എനിക്കറിയില്ല. ഞാൻ എൻ്റെ സ്വന്തം ചേച്ചിയായിട്ട് അഭിചേച്ചി കാണുന്നത്. പക്ഷെ ചേച്ചിക്ക് എന്നോട് ദേഷ്യം ഓരോരോ കാരണം ഉണ്ടാക്കി ദേഷ്യപ്പെടുന്ന പോലെ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതൊന്നും എനിക്ക് ആരോടും തുറന്നു പറയാൻ പോലും സാധിക്കുന്നില്ല. ഞാൻ പറയുന്നതിന്റെ പേരിൽ ആ വീട്ടിൽ ഇനി ഒരു പ്രശ്നം ഉണ്ടാവരുത്. മീര വിഷമിക്കണ്ട. ഭഗവാൻ ഇങ്ങനെയാണ്. ഇഷ്ടമുള്ളവരെ ഇടയ്ക്കൊന്ന് പരീക്ഷിക്കണം. അതൊരിക്കലും അവരോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല. മീരയുടെ സ്നേഹം ഭഗവാൻ കൂടുതൽ ആഗ്രഹിക്കുന്നത് കൊണ്ടാ.
അങ്ങനെ ഇതിനെ കണ്ടാ മതി. അറിയാം മോന്തേട്ടാ. പക്ഷേ മനസ്സാ വാച അറിയാത്ത തെറ്റിന്റെ പേരില് കുറ്റക്കാരി ആകേണ്ടി വരുമ്പോ വല്ലാത്തൊരു വിഷമം തോന്നി. താനിങ്ങനെ വിഷമിക്കാതെ. അത് ഭഗവാന് പോലും ഇഷ്ടമാവില്ല. മീരയുടെ സന്തോഷമുള്ള മുഖം കാണാനാണ് ഭഗവാൻ ഇഷ്ടം. അതുകൊണ്ട് പ്രതിസന്ധികളിൽ തളരാതെ ധൈര്യമായിട്ട് മുന്നോട്ട് പോണം. അതാണ് വേണ്ടത്. അതിന് ഞാൻ ശ്രമിക്കുന്നുണ്ട് മോന്തേട്ടാ. എന്റെ വിഷമങ്ങൾ ആരെ അറിയിക്കാതിരിക്കാനും നോക്കുന്നുണ്ട്. എനിക്ക് എന്നും ഒപ്പം ഉണ്ടായത് ഭഗവാനാ. ആ ശക്തി എന്നും എനിക്കൊപ്പം ഉണ്ടാവും തന്നെയാ എന്റെ വിശ്വാസവും പ്രാർത്ഥനയും. ആ വിശ്വാസം കൈവിടാതിരിക്കെ. ഞാൻ പറഞ്ഞില്ലേ മീരെ, വിശ്വസിക്കുന്നവരെ ഭഗവാൻ പരീക്ഷിക്കും, പക്ഷെ കൈവിടില്ല. ഞാൻ എന്ത് പരീക്ഷണം ഏറ്റുവാങ്ങാൻ തയ്യാറാ മോന്തേട്ടാ. എന്ത് വേദനയും സഹിക്കാം. പക്ഷെ എന്നെ മാത്രമേ ശിക്ഷിക്കാവൂ. ഞാൻ സ്നേഹിക്കുന്നവരെ ആരെയും ഒരു രീതിയിലും വിഷമിപ്പിക്കരുത്. അതാ എന്റെ പ്രാർത്ഥനയും. ഇപ്പോൾ ഓഫീസിലെ കാര്യങ്ങൾ ഓർത്ത് ആദർശേട്ടൻ അനുഭവിക്കുന്ന ടെൻഷൻ കാണുമ്പോൾ എനിക്ക് സഹിക്കാനാവുന്നില്ല. അതിൻ്റെ കൂടെ മഹാദേവൻ അങ്കിളിന്റെ ഭീഷണിയും. അദ്ദേഹം ആദർശേട്ടനെയും കുടുംബത്തെയും ദ്രോഹിക്കാൻ മനസ്സുകൊണ്ട് തയ്യാറായി കഴിഞ്ഞു. സ്വന്തം സഹോദരിയോടും മകനോടും അങ്ങനെയൊക്കെ ചെയ്യാൻ എങ്ങനെയാ സാധിക്കുന്നത്? അതൊക്കെ സാധിക്കും മീരെ. ഭഗവാൻ കൃഷ്ണന്റെ കഥ മീര മറന്നോ? കൃഷ്ണന്റെ മരണം ആഗ്രഹിച്ച് കൊല്ലാൻ നടന്നത് സ്വന്തം അമ്മാവനല്ലേ? അതും ശരിയാ. ഭഗവാൻ ഇത്രയും പരീക്ഷണങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വന്നപ്പോ നിസ്സാരയായ എന്റെ കാര്യം പറയണ്ടല്ലോ. അതെ. എന്തായാലും വിഷമങ്ങളെല്ലാം ഭഗവാന്റെ സന്നിധിയിൽ പറഞ്ഞു കഴിഞ്ഞില്ലേ, ഇനി പരിഹാരം കിട്ടിക്കോളും. അതുകൊണ്ട് മീര ധൈര്യമായിട്ടിരുന്നോളൂ. എല്ലാം ശരിയാവും. എനിക്കൊരു 5 മിനിറ്റത്തെ കാര്യമുള്ളൂ. നിങ്ങളൊന്ന് മിനിസ്റ്ററോട് സംസാരിച്ച് നോക്കൂ. ഇല്ല, വേറെ ഡിലേ ഒന്നും ഉണ്ടാവില്ല. അതൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷേ നിങ്ങളിങ്ങനെ എടുത്തടിച്ച പോലെ സംസാരിക്കല്ലേ. അദ്ദേഹം സമ്മതിച്ചാലോ? ഒന്ന് സംസാരിച്ച് നോക്കൂ. മിനിസ്റ്റർക്ക് എന്നെ അറിയാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ശരി. അദ്ദേഹത്തിൻ്റെ തിരക്കുകൾ മനസ്സിലാകാഞ്ഞിട്ടുമല്ല. ഓക്കെ, എന്തെങ്കിലും മാറ്റം ഉണ്ടായോ എന്ന് അറിയിക്കണം. ഞാൻ എവിടെയായാലും എത്തിക്കോളാം. ഓക്കെ. എന്താ ആദർശേട്ട പ്രശ്നം? ആ പ്രോജക്റ്റിന്റെ കാര്യം തന്നെയാ. അതിനിയും തടഞ്ഞു വെച്ചാൽ നമ്മൾ പ്രശ്നത്തിലാവും. മന്ത്രിയെ കാണാനുള്ള അപ്പോയിന്റ്മെന്റ് കിട്ടിയില്ലേ? ഇല്ല, അദ്ദേഹം അടുക്കുന്ന ലക്ഷണമില്ല. ഇനിയിപ്പോൾ എന്താ വേണ്ടതെന്ന് ഒരു ഐഡിയയും കിട്ടുന്നില്ല. ആദർശൻ ഇങ്ങനെ ടെൻഷൻ ആവാതെ, എല്ലാം ശരിയാവും. അതല്ല മീര, കാര്യങ്ങൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. പ്രോജക്റ്റ് വൈകുന്നതോടെ നമുക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് കമ്പനിയുടെ ഗുഡ്വില്ലാണ്. ഇത്രയും വർഷങ്ങളായി കസ്റ്റമേഴ്സിന് നമ്മുടെ മേലുണ്ടായിരുന്ന വിശ്വാസവും നഷ്ടമാവും. വർഷങ്ങൾ കൊണ്ട് നമ്മൾ നേടിയെടുത്ത റെപ്യൂട്ടേഷൻ നഷ്ടമാകാൻ ഇത് മാത്രം മതി. എനിക്ക് മനസ്സിലായി. മീരയ്ക്കറിയാലോ, എൻ്റെ അച്ഛൻ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഇന്ന് ഈ അവസ്ഥയിൽ നമ്മുടെ കമ്പനി വളർത്തിയെടുത്തത്. എൻ്റെ കയ്യിൽ വന്ന നാൾ മുതൽ ഞാനും ഇത് നന്നായിട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചു. ഈ ഒരു പ്രോജക്റ്റ് വരെ എനിക്കതിന് സാധിച്ചു. പക്ഷേ ഇപ്പം എല്ലാം നശിക്കുന്ന അവസ്ഥയല്ല. അങ്ങനെ സംഭവിക്കാൻ പാടില്ല. എന്താ ആദർശേട്ട ഇത്? ഇങ്ങനെ ടെൻഷനായിട്ട് ഞാൻ ആദർശനെ കണ്ടിട്ടേ ഇല്ലല്ലോ. ശരിയാണ്, ഇതിന്റെ പേരിൽ പരാജയപ്പെടാൻ എനിക്ക് വയ്യ മീര. അങ്ങനെയൊന്നും സംഭവിക്കില്ല. ആദർശേട്ടൻ ധൈര്യമായിട്ടിരിക്കുക. സത്യത്തിന് നിരക്കാത്ത രീതിയിൽ ആദർശേട്ടൻ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. പിന്നെ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? ഭഗവാൻ എല്ലാം കാണുന്നുണ്ട്. എല്ലാം ശരിയാവും. അങ്ങനെ വിശ്വസിക്കാം. എന്റെ ടെൻഷൻ പറഞ്ഞ് ഞാൻ മീരയെ വെറുതെ വിഷമിപ്പിച്ചല്ലോ. ഹേ, അങ്ങനെയൊന്നുമില്ല. നമ്മുടെ പ്രശ്നങ്ങൾ പരസ്പരം ഷെയർ ചെയ്യാനുള്ളതല്ലേ. സന്തോഷത്തിൽ മാത്രമല്ലല്ലോ, സങ്കടത്തിലും ഒപ്പം ഉണ്ടാവേണ്ടതല്ലേ. അതൊക്കെ പോട്ടെ, നമുക്ക് ഇപ്പോഴത്തെ കാര്യത്തിലേക്ക് വരാം. മീരയ്ക്ക് ഇനി മുതൽ GMന്റെ ക്യാബിനിലിരിക്കാം. എനിക്ക് ആ പഴയ പോസ്റ്റ് തന്നെ മതി ആദർശേട്ടാ. അതൊന്നും പറ്റില്ല. മീര ഇപ്പൊ പഴയ സ്റ്റാഫല്ല, ദേവ ബിൽഡേഴ്സിന്റെ ഓണറാ. അപ്പോ അതിൻ്റെതായ ഉത്തരവാദിത്തങ്ങൾ മീരയ്ക്കുണ്ട്. മീരയുടെ ജോലിയും അതിനനുസരിച്ച് കൂടും. ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കാൻ മടിയുണ്ടായിട്ടല്ല. വലിയ വലിയ സ്ഥാനങ്ങളോടൊന്നും എനിക്ക് താല്പര്യമില്ല. അതാ. അതൊക്കെ പണ്ടല്ലേ, ഇനി അത് പോരാ. മീര ഒരു പാവ. പക്ഷെ ഇന്നത്തെ കാലത്ത് അത്രയ്ക്കും പാവാവേണ്ട കാര്യമില്ല.
നാളെ ഈ കമ്പനി മീര ഒറ്റയ്ക്ക് നോക്കേണ്ട സാഹചര്യം വന്നാലോ? ഇതെന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഇത്തരം വാക്കുകളൊന്നും തമാശയ്ക്ക് പോലും പറയാൻ പാടില്ല. ഞാൻ വെറുതെ പറഞ്ഞതല്ല. ഈ കമ്പനി എനിക്ക് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് മീരയ്ക്കറിയാലോ. അതുപോലെ തന്നെ ഇവിടുത്തെ ഓരോ കാര്യവും മീര അറിഞ്ഞിരിക്കണം. എനിക്ക് കമ്പനി കാര്യങ്ങൾ നോക്കാൻ കഴിയാത്തൊരു സാഹചര്യം വന്നാൽ ആ കുറവ് അറിയാത്ത വിധം മീര വേണം എല്ലാം നോക്കാൻ.